കാര്യങ്ങൾ ഞാൻ നോക്കൂ, നിങ്ങൾ ഈ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പപ്പണിയാണ്. പക്ഷെ ഈ ആരോപണം ആരാണ് ഉന്നയിച്ചത്? അത് മാധ്യമങ്ങളുടെ കുപ്രചാരണമാണ് എന്നും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നും വേട്ടയാണോ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പുറത്തു വരുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് എന്ന കാര്യത്തെ അടച്ച് ഇല്ലാതെയാക്കരുത്. റെജി ലൂക്കോസ്, ഇപ്പോ വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ലെഗസി അല്ലെ, അത് എത്രമേൽ വികാര തീവ്രമായിട്ടാണ് കേരളം പ്രതിഫലിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അനുസ്മരണ സമ്മേളനം ഉണ്ടായി. അനുസ്മരണ സമ്മേളനം ആ രാത്രി തന്നെ, ചിത കത്തി അടങ്ങുന്നതിന് മുൻപ് തന്നെ അനുസ്മരണ സമ്മേളനം ഉണ്ടായി. എല്ലാവരും നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. പക്ഷേ ചരിത്രത്തിൽ എഴുന്നേറ്റു നിൽക്കുന്ന ഒരു പരാമർശമാണ് ഇത്. അങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാ കാലത്തേക്കും തിരുത്തപ്പെടേണ്ട ഒന്നാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ അങ്ങനെ ഒരു പരാമർശം ഉള്ളതാണ് അത് ശ്രദ്ധയിൽപ്പെട്ടു? ഇപ്പോൾ വിവാദങ്ങളിലേക്ക് കൂടി വന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതിൽ പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെ ഉണ്ടായതിൽ ക്ഷമ ചോദിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവില്ലാതെ പോകുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ബി എസ് മരിച്ചതിന്റെ പിറ്റേ ദിവസം പെരുമ്പങ്കോട് മുരളി, മുൻ MLA യും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ അദ്ദേഹം ഒരു പ്രമുഖ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലല്ല ആദ്യം ഇത് പരാമർശിക്കപ്പെടുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ സ്വരാജിനെതിരെ വളരെ വ്യാപകമായി ഇത് പ്രചരിക്കപ്പെട്ടു. ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിനെതിരെയുള്ള വലിയൊരു ആയുധമായിട്ട് എതിരാളികൾ ഇത് പ്രയോഗിച്ചു. അതിന്റെ വസ്തുത എന്താണ്? ഇപ്പോൾ ബഹുമാനപ്പെട്ട സുരേഷ് കുറുപ്പ്, മുൻ MP യും MLA യുമായിരുന്ന ബഹുമാനപ്പെട്ട സുരേഷ് കുറുപ്പ് ഇന്ന് നിങ്ങൾ തന്നെ പത്രത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ അത് സ്വരാജ് അല്ല, മറ്റൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല. അത് അങ്ങേക്ക് വളരെ അടിസ്ഥാനപരമായി സംഭവിച്ച ഒരു പിശകാണ്. സ്വരാജിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. ഇത് അതിനുശേഷം ആലപ്പുഴ സമ്മേളനത്തിൽ മറ്റൊരു പെൺകുട്ടിയിൽ നിന്ന് കൂടി ആ പരാമർശം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ മാധു, കാരണം 2015 ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നും ബഹുമാനപ്പെട്ട BS ഇറങ്ങിപ്പോയി എന്നുള്ള ആരോപണത്തിന് മറുപടിയായിട്ടാണ് അന്ന് മാധ്യമങ്ങൾ ഇതെല്ലാം ചമച്ചത്. 2012 ആണെന്നുള്ളത് കഴിഞ്ഞ ദിവസം 1-2 മാധ്യമങ്ങൾ പിന്നെ വാർത്ത കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഈ ആരോപണം വരുന്നത് 2015 ഈ ഇറങ്ങിപ്പോക്കുമായിട്ട് ബന്ധപ്പെട്ട. അതാണ് അതിന് വസ്തു എന്ന് പറയുന്നത്. അങ്ങനെയല്ല ശ്രീ റെജി ലൂക്കോസ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് വീണ്ടും ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ് ശ്രീ സുരേഷ് കുറുപ്പ് ആലപ്പുഴ സമ്മേളനവുമായി ബന്ധപ്പെട്ടും അതുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അത് അദ്ദേഹം ഈ എം സ്വരാജിനെതിരെയുള്ള ആരോപണത്തെ നിഷേധിക്കുന്ന തരത്തിലല്ല പറയുന്നത്. അല്ലെന്നേ, ആ ലേഖനം ഞാൻ വായിച്ചു, രാവിലെ തന്നെ വായിച്ചു. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ പെരുമ്പങ്കോട് മുരളി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട വ്യക്തി ഇന്നൊരു മാധ്യമത്തിനടുത്ത് പറഞ്ഞല്ലോ ഞാൻ സ്വരാജിന്റെ പേര് ഉപയോഗിച്ചിട്ടില്ല എന്ന്. അതെന്തിനാ പറഞ്ഞേ? അപ്പോൾ കൃത്യം മഹാനായ നേതാവ് മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വെച്ചുകൊണ്ട് കേരളത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുന്ന, കേരളത്തിൽ ഉടനീളം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു യുവ നേതാവിനെ തകർക്കാൻ കാലങ്ങളായിട്ട് നടത്തുന്ന ഒരു വ്യാജ ആരോപണമല്ലായിരുന്നോ? അല്ലെങ്കിൽ അദ്ദേഹം പറയണ്ടേ ഞാൻ ആ പേര് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അദ്ദേഹം ലക്ഷ്യം വെച്ചോടത്ത് എത്തി. ഇനി ഞാൻ പേര് പറഞ്ഞില്ല, അദ്ദേഹം എന്തിനാ പേര് പറയുന്നത്? അദ്ദേഹം ആ മനോരമ ലേഖനത്തിൽ എന്താ പറയുന്നത്? അദ്ദേഹം പിന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ആ യുവ നേതാവ് ഉടൻ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി MLA യുമായി എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ അത് വളരെ വ്യക്തമല്ല, മറ്റൊരു നേതാവ് അങ്ങനെയില്ല. അപ്പൊ ഇതിൽ നിന്ന് ലക്ഷ്യമാക്കുന്ന എന്താ? CPM വളർന്നു വരുന്ന യുവതല നേതാക്കന്മാരെ ഇന്നിപ്പോ ഒരു പെൺകുട്ടിയുടെ പദപ്രയോഗത്തിലൂടെ വ്യാപകമായിരിക്കുന്ന ആക്രമണം മറ്റൊരു യുവ നേതാവിനെതിരെ വന്നിട്ടുണ്ട്. അവരെ കാലങ്ങളായിട്ട് തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക കേരളത്തിലെ ചില മാധ്യമങ്ങള്. ലക്ഷ്യമെന്താ? CPM വരുന്ന തലമുറ, പ്രോമിസിംഗ് ആയിട്ട് വളർന്നു വരുന്ന തലമുറയെ ഇല്ലാതാക്കുക, ഇതുപോലത്തെ പച്ച കള്ളങ്ങൾ നിരത്തി ഇല്ലാതാക്കാന്നുള്ള നോക്കൂ. നിങ്ങൾ ഈ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പപ്പണിയാണ്. പക്ഷെ ഈ ആരോപണം ആരാണ് ഉന്നയിച്ചത്? അങ്ങയുടെ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ അങ്ങയുടെ ഈ CPM-ന്റെ നേതാക്കൾ തന്നെ പറയുന്ന ഒരു ഘടകത്തിലും ഇല്ല എന്ന് തള്ളി പറയുന്ന ശ്രീ പെരുമ്പങ്കോട് മുരളി. ശരി, ഒരു ഘടകത്തിലും ഇല്ല. ശ്രീ സുരേഷ് കുറുപ്പ് എങ്ങനെ തള്ളി പറയും? 1960-കൾ മുതലുള്ള ചരിത്രം ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന് പാർട്ടി നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്, അദ്ദേഹം പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് തള്ളി പറയുക? നേരത്തെ ശ്രീ നിസാം സെയ്ദ് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അറിയാവുന്ന, അദ്ദേഹത്തെ അറിയാവുന്ന ആർക്കെങ്കിലും അദ്ദേഹം കള്ളം പറയും എന്ന് പറയാൻ കഴിയുമോ എന്ന്. ഇത് മാധ്യമങ്ങളുടെ കുപ്രചാരണമാണ് എന്നും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നും വേട്ടയാണോ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പുറത്തു വരുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് എന്ന കാര്യത്തെ അടച്ച് ഇല്ലാതെയാക്കരുത്. ഇല്ല, മാധ്യമങ്ങളിൽ വന്നെന്നാ പറഞ്ഞ, മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിർമ്മിച്ചെടുത്ത ഒരു വാർത്തയാണെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ വളരെ സൂക്ഷ്മതയോടെ തന്നെ ഇതിൽ ഇടപെട്ട് സംസാരിക്കുന്നത്. അതായത് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ നിന്നും കേരളത്തിലെ പാർട്ടി ഘടകത്തിൽ നിന്നും പാർട്ടിയിൽ നിന്ന് സ്വയം പോയതിനു ശേഷം ഈ പാർട്ടിയെ കുറിച്ച് നുണകൾ പറഞ്ഞ് എത്ര പേരുടെ ചരിത്രം ഞാൻ കൊണ്ട് പറയാം. നമ്മൾ തന്നെ അടുത്ത കാലത്ത് കണ്ടതല്ലേ, കൈതോരം പാറയിൽ എറണാകുളം ദേശാഭരണ ഓഫീസിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ പൈസ കൊണ്ട്. അത് ഇത് കേൾക്കൂ, സുരേഷ് കുറുപ്പ് പാർട്ടിയിൽ നിന്ന് പോയോ?
അല്ല മാധു, ഞാനൊന്ന് പൊതുവെ ശുദ്ധ അസംബന്ധങ്ങൾ പാർട്ടിയെടുത്ത് മാറി നിൽക്കുന്നവർ ചവയ്ക്കുന്ന ഇത്തരം വാർത്തകൾ അല്ലെ അവർ മാധ്യമങ്ങൾ ചോർത്തി കൊടുക്കുന്ന മാറി നിൽക്കുകയാണോ, പാർട്ടിയിൽ നിന്ന് പോയോ? അങ്ങ് ക്ലാരിറ്റി വരുത്തുകയാണെങ്കിൽ കോട്ടയത്തിന് കൂടി ഉള്ള ആളാണല്ലോ, അങ്ങേക്ക് വ്യക്തിപരമായ ബന്ധവും പരിചയമൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ചോദിക്കുകയാണ്. പിന്നെ സുരേഷ് കുറുപ്പിനല്ല ഞാൻ ഉദ്ദേശിച്ച പെരുപ്പങ്കോട് മുരളി സഖാവിനെ. ശരി, അപ്പൊ ഇന്നാണെങ്കിൽ ഇന്നിപ്പോ ചിന്താ ജെറോമുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, സുരേഷ് കുറുപ്പ് ശരിയാണ്, ലേഖനത്തിൽ പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലാകെ ചിന്തയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന വിവാദങ്ങൾക്കൊക്കെ അടിസ്ഥാനമാകുന്നത് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നവരാണോ, മാറി നിൽക്കുന്നവർ പറയുന്ന കാര്യങ്ങളാണോ? അല്ലല്ലോ, ഞാനത് ക്ലാരിഫൈ ചെയ്തോട്ടെ. എങ്ങനെയാണ് നിങ്ങൾ ചിന്താ ജെറോമിന്റെ മാധ്യമങ്ങൾ, അതിപ്പോ മാധു നിങ്ങളെ പറഞ്ഞല്ലേ ഞാൻ പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ ചിന്താ ജെറോമിനെ കുറിച്ചുള്ള പേര് വലിച്ചെടുത്ത് എങ്ങനെയാ, എന്ത് തെളിവ് ഉള്ള ചിന്താ ജെറോമിനെ കുറിച്ചുള്ള? ഇത് തന്നെയല്ലേ ഇവിടുത്തെ ഈ ഞാൻ പറഞ്ഞ ഇവിടുത്തെ ചില ദുഷ്ടബുദ്ധികള് അത് പലരെയും ഇതിപ്പോ സുരേഷ് കുറുപ്പ് പറഞ്ഞതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അറിവുള്ള പല സാമൂഹ്യ മാധ്യമങ്ങളിൽ വെക്കുന്നതാണ്. ആ അറിവ് അസംബന്ധമാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ചിന്താ ജെറോം പറയുന്നു. ചിന്താ ജെറോമിന്റെ ആ വാക്കുകൾ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അവരെ ആക്രമിക്കുക എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ദുഷ്ടബുദ്ധിയൊക്കെ ഉണ്ട് എങ്കിൽ ചിന്താ ജെറോം ആണ് എന്ന് പലർ പറയുന്നുണ്ടല്ലോ എന്ന നിലയ്ക്ക് പറഞ്ഞാൽ മതി. അവരതിനെ നിഷേധിച്ചതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിപ്പോ അത് ഏറ്റു പറയാൻ കഴിയുന്ന നിസാം സെയ്ദ് പറയുന്നു കൃത്യമായി അങ്ങ് അദ്ദേഹത്തിന് അന്നു മുതൽ ബോധ്യമുണ്ട് എന്നുള്ളത്. അതിനെ ഡെവലപ്പ് ചെയ്യട്ടെ, ചിന്തയിൽ പ്രതികരണം നടത്തട്ടെ, അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോ അല്ലാതെ ഇതെല്ലാം മാധ്യമങ്ങളുടെ കുബുദ്ധിയാണ് എന്ന് പറഞ്ഞ് നിരാകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഇതിന്റെ ഉറവിടം വേര് പാർട്ടിക്കുള്ളിൽ നിന്നാണ്. ജെറോമിനെ വേട്ടയാടിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളിലും സംശയം നിർത്തിക്കൊണ്ട് വരുമ്പോൾ അവരതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അവർ സംഭവിച്ചെന്ന് പറയും. അവർ മറുപടി പറഞ്ഞപ്പോൾ പറയുകയാണ് അവർ സ്വയം ന്യായീകരിക്കാൻ പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ സ്വരാജിനെ മാറ്റി വെച്ചു, സ്വരാജ് അല്ലാന്നുള്ള തെളിവ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സാക്ഷാൽ VS മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അസുഖബാധിതനായി വിശ്രമജീവിതം നയിക്കുന്നതിന് മുമ്പ് ഒരു വേദിയിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്വരാജ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് അങ്ങനെ പരാതി ഇല്ലാന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന തന്നെ സ്വരാജ് തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഒരു ശകലം കാണിക്കാവോ, ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിക്കാവോ? സാക്ഷാൽ VS തന്നെ അത് നിഷേധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ഈ മനുഷ്യനെ വേട്ടയാടുന്ന എന്താ കാരണം? അത് ഞാൻ പറഞ്ഞതിന് CPM വേട്ടയാടുന്നതിന് തുല്യമാണ്. ഒരു കാലത്ത് പിണറായി വിജയനായിരുന്നു പിന്നെ ചില ആളുകളുടെ എന്താ പറയാ വിളയാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേരെന്ന് പറയുന്നത്. ഇനി സുരേഷ് കുറുപ്പിനെ കുറിച്ച് പറയാം. എനിക്ക് വളരെ ഇഷ്ടമുള്ള എന്റെ നാട്ടുകാരനാണ്, എനിക്ക് അത്യാവശ്യം അത് നേരിട്ട് അറിയാവുന്ന ആളാണ്, എന്നെ വളരെ ഇഷ്ടമുള്ള ഒരാളുമാണ് സുരേഷ് കുറുപ്പ് സാർ. ഞങ്ങളങ്ങനെ എപ്പോഴും കാണാറില്ല. സുരേഷ് കുറുപ്പ് സാറാണ് വെളിപ്പെടുത്തേണ്ടത്. ഒരു പെൺകുട്ടി എന്നാ പറഞ്ഞത്. ആ പെൺകുട്ടിയെ അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. അദ്ദേഹം വെളിപ്പെടുത്താത്തോളം കാലം എങ്ങനെയാണ് ഒരാളെ മാത്രം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വേട്ടയിടുന്നത്? ഞാൻ ചോദിക്കട്ടെ, മാധു ഒരു സ്ത്രീയാണല്ലോ, വളരെ പ്രശസ്തയായ മാധ്യമപ്രവർത്തകർ, വളരെ മാന്യമായ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരാളാണ്. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ചിന്താ ജെറോം എന്ത് തെറ്റാണ് കേരളീയ സമൂഹത്തിലുള്ള മറ്റൊരു ഇക്കാലത്തുണ്ടാകുന്ന വേട്ടയോ ഇക്കാലത്തുണ്ടാകുന്ന വിമർശനങ്ങളോ മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത് VS-നെതിരെ ഉണ്ടായ വേട്ട, VS-നെതിരെ ഉണ്ടായ വിമർശനം എന്നുള്ളതാണ്. ഈ ആലപ്പുഴ സമ്മേളനത്തെ തുടർന്ന് തന്നെ VS-ന് പിന്തുണയുമായി വലിയ തോതിലുള്ള പ്രകടനം ഉണ്ടായിട്ടുണ്ട്. VS ശത്രുക്കളുടെ കയ്യിലെ പാവ എന്ന് പ്രതിനിധികൾ വിമർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് പുറത്തു വന്ന മാധ്യമങ്ങളുടെ ലേഖനങ്ങളൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇത് അത്ര വലിയ പഴക്കമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ കാലത്തുണ്ടാകുന്ന ചില വിമർശനങ്ങളെ വേട്ട എന്ന് പറയുമ്പോൾ, അതായത് പാർട്ടിയുടെ കേരള ഘടകം രൂപപ്പെട്ടതിന്റെ പിറ്റേ വർഷം 1940 അതിൽ മെമ്പർഷിപ്പ് എടുത്ത പാർട്ടിയുടെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അംഗത്വമായിരുന്നു VS-ന്റേത്. അപ്പോ ആ അംഗത്വത്തിനെതിരെ 2015 അദ്ദേഹത്തിന്റെ വാർദ്ധക്യ ദശയിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വലിയ വിമർശനം വേട്ട, അതിനെ ചർച്ച ചെയ്യാതെ വിടുക എന്ന് പറയുന്നത് വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമായി പോകുമല്ലോ. ജീവത്യാഗം അടക്കമാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അഭിമാന ചരിത്രം എന്നിരിക്കെ അതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ദാ ഈ മുദ്രാവാക്യം വിളിച്ചത് എന്താണ്? VS-ന്റെ വിയോഗ സമയത്ത് ഈ 3 രാത്രിയും പകലും മുദ്രാവാക്യം വിളിച്ചത് എന്താണ്? അതേ പുന്നപ്ര വയലാർ സമരനായകനെ, ആലപ്പുഴയുടെ മുത്തുമണിയെ എന്നുള്ളതാണ്. പുന്നപ്രയുടെ സമരനായകനെ എന്നാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ അന്ന് ഈ അപനിർമ്മിക്കാൻ ശ്രമിച്ച ആ ചരിത്രം പിന്നീട് CPM-ന് ഏറ്റുപറയേണ്ടി വന്നില്ലേ? തെറ്റായ രീതിയിൽ വായിക്കരുത്. അതാ മഹാനായ മനുഷ്യനോട് ഞാൻ തെറ്റാ. കാരണം VS കേരളത്തിലെ ജനങ്ങൾക്ക് പകർന്നു നൽകിയ ഒരു ആത്മധൈര്യമുണ്ട്. അതെന്താണെന്നറിയോ? തന്റെ 27 വയസ്സ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അടിമത്തം മാത്രം ശീലിച്ചല്ല, അടിമത്തത്തിന്റെ ഗതികളിൽ ജീവിച്ചത് കർഷക തൊഴിലാളികളുടെ അടുത്ത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചെന്താ? കുമ്പിളിൽ കഞ്ഞി കുടിക്കില്ല, തമ്പുരാനെന്ന് വിളിക്കില്ല. ആ ആത്മധൈര്യം ഇന്ന് വരെ മലയാളികൾ പകർന്നു നൽകുന്ന ആ മനുഷ്യൻ നിരാശനായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിനോടുള്ള വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഇരക്കാൻ തുല്യ. അപ്പൊ നിരാശ എന്നുള്ളൊരു വാക്ക് ഒരിക്കലും ഇണങ്ങാത്തൊരു നേതാവാണ് കേരളം കണ്ട ഏറ്റവും മഹാനായ വ്യക്തി
101ാമത്തെ വയസ്സിൽ നമ്മളോട് വിള പറഞ്ഞ്. അപ്പൊ എവിടെയാണ് അദ്ദേഹം നിരാശനാന്ന് പറഞ്ഞത്? നിങ്ങൾ അല്ല, ഈ കുറിപ്പിനകത്ത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വായിച്ച കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്, VS വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഏകനായി ദുഃഖിതനായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് എന്ന്.